യൂണിഫോം കോഡ് നൽകിയിട്ടുള്ള ഒരു സ്കൂളിൽ യൂണിഫോമിന് മുകളിൽ മതപരമായ ഹിജാബ് ധരിക്കുന്നത് നിയമപരമായ തെറ്റാണോ ശരിയാണോ? കേരളം പോലൊരു സംസ്ഥാനത്തില് ഒരു മുസ്ലിം വിദ്യാർത്ഥിനി ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ യൂണിഫോമിനോടൊപ്പം ഹിജാബ് ധരിച്ചു വന്നതിനെ തടഞ്ഞ സ്കൂൾ അധികൃതരാണോ, അതോ ഇസ്രായേലിന്റെ കറുപ്പ് ദിവസമായ ഒക്ടോബർ 7 തന്നെ കുട്ടിയെ ഹിജാബ് അണിയിച്ച് കത്തോലിക്ക സഭയുടെ സ്കൂളിൽ പറഞ്ഞുവിട്ട വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളാണോ യഥാർത്ഥ കുറ്റക്കാർ? ഇത്തരത്തിലുള്ള വിവാദ സംഭവം പെട്ടെന്ന് തന്നെ സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയവും നിയമപരവുമായ ഒരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അന്ന് ആ സ്കൂളിൽ സംഭവിച്ചത്? അതിനെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം എന്തൊക്കെയായിരുന്നു? ഈ വിഷയങ്ങൾക്കെല്ലാം ഉപരി വിവാദപരമായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ഇടപെടൽ, അതുപോലെ തന്നെ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ പ്രതികരണങ്ങൾ തുടങ്ങി യഥാർത്ഥത്തിലുള്ള യൂണിഫോം കോഡിന്റെ പരമാധികാരവും ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഉറപ്പാക്കുന്ന വ്യക്തിഗത മതപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ആര് ശരി ആര് തെറ്റെന്ന് വിലയിരുത്താം. ഇതുപോലുള്ള പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ലോക വിവരങ്ങളുടെ ആഴത്തിലുള്ള റിപ്പോർട്ടുകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തർക്കത്തിന്റെ തുടക്കം എന്നത് 2025 ഒക്ടോബർ 7 എറണാകുളത്തെ CBSE അഫിലിയേറ്റഡ് സ്ഥാപനമായ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂൾ യൂണിഫോം കോഡിന് വിരുദ്ധമായി ഹിജാബ് ധരിച്ച് ക്ലാസ്സിലെത്തുന്നു. എന്തുകൊണ്ടാണ് ഹിജാബ് ധരിച്ചതിന് സ്കൂൾ യൂണിഫോം കോഡിന് വിരുദ്ധമാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് ആരോപിക്കുന്നത് എന്ന ചോദ്യത്തിന് സ്കൂൾ അധികൃതർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: അഡ്മിഷൻ എടുക്കാൻ രക്ഷിതാക്കളുമായിട്ട് കുട്ടി ഹിജാബ് ധരിച്ചാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ സ്കൂൾ അധികൃതരുടെ യൂണിഫോം കോഡ് വിദ്യാർത്ഥിനിയും രക്ഷിതാക്കളും അംഗീകരിച്ചതാണെന്നും 4 മാസത്തോളം അവരത് പാലിച്ചു എന്നും പറയുന്നു. സെന്റ് റീത്ത സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി ഒക്ടോബർ 7 മുൻപ് ഒരു ദിവസം ഹിജാബ് ധരിച്ചു വന്ന ആ കുട്ടിയോട് യൂണിഫോം കോഡ് പാലിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ കുട്ടി ആദ്യം അനുസരിച്ചുവെങ്കിലും പിന്നീട് ഒക്ടോബർ 7 വീണ്ടും കുട്ടി ഹിജാബിൽ എത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. യൂണിഫോം നിയമങ്ങള് മതവിവേചനമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമാണെന്നും ഹിജാബ് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ല എന്ന നിലപാടുമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിവാദങ്ങളെ തുടർന്ന് സംഘർഷങ്ങൾ അക്രമത്തിലേക്കും തുടർന്നുണ്ടാവുന്ന സുരക്ഷാ ഭീഷണികളും നോക്കുകയാണെങ്കിൽ സ്കൂളിലെ സംഭവം നടന്ന 3 ദിവസത്തിന് ശേഷം ഒക്ടോബർ 10 ഇതൊരു അച്ചടക്ക പ്രശ്നത്തിൽ നിന്ന് ക്രമസമാധാന പ്രശ്നമായി രൂപാന്തരപ്പെടുകയായിരുന്നു. കുറ്റം ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിനിയുടെ പിതാവ് 6-ലധികം ആളുകളോടൊപ്പം നിയമവിരുദ്ധമായും ബലപ്രയോഗത്തിലൂടെയും സ്കൂൾ പരിസരത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് സ്കൂൾ മാനേജ്മെന്റ് ആരോപിക്കുന്നുണ്ട്. അതിക്രമിച്ചു വന്ന ഈ 6 അംഗ സംഘങ്ങള് സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും കന്യാസ്ത്രീകളെയും അധ്യാപകരെയും PTA അംഗങ്ങളെയും ഭയപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ അതിക്രമങ്ങള് ക്ലാസ് സമയത്ത് നടന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു. ഈ വിഷയം കേവലം സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും തമ്മിലുള്ള വെറുമൊരു യൂണിഫോം തർക്കത്തിൽ നിന്നോ മതപരവും സ്ഥാപനപരവുമായ സുരക്ഷാ ഭീഷണിയിലേക്ക് ചെന്നെത്താൻ അധിക സമയമൊന്നും എടുത്തില്ല എന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയ ചർച്ചാ വിഷയങ്ങളാക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് കൂടാതെ പുറത്തുനിന്നുള്ള SDPI പോലുള്ള രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി സ്കൂളിന് പുറത്ത് തടിച്ചുകൂടുകയായിരുന്നു. മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തത് കലാപ സാഹചര്യങ്ങളുടെ അന്തരീക്ഷത്തിന്റെ ആക്കം കൂട്ടുകയായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സ്കൂൾ അടച്ചുപൂട്ടലും ഹൈക്കോടതി ഇടപെടലും എന്തൊക്കെയാണെന്ന് നോക്കാം. സമാധാനപരമായ സാഹചര്യങ്ങൾ മോശമായതോടെ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്കൂൾ മാനേജ്മെന്റ് ഒക്ടോബർ 13-ഉം 14-ഉം തീയതികളിലായിട്ട് അവധി പ്രഖ്യാപിക്കുകയും ഇതിനോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നിട്ട് ജസ്റ്റിസ് N നാഗരേഷ് സ്കൂളിലും ജീവനക്കാർക്കും അടിയന്തര പോലീസ് സംരക്ഷണം നൽകാൻ ഇടക്കാല ഉത്തരവിടുകയുമാണ് ഉണ്ടായത്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ എന്നത് ലാറ്റിൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനമാണെങ്കിലും ഞങ്ങൾ പൂർണ്ണമായും മതേതരത്വമായാണ് പ്രവർത്തിക്കുന്നത് എന്നും മതപരമായ വിവേചനം കാണിച്ചിട്ടില്ല എന്നാണ് മാനേജ്മെന്റ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒരിക്കലും തടഞ്ഞിട്ടില്ല എന്നും മാനേജ്മെന്റ് യൂണിഫോം നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് സ്കൂൾ അധികൃതരുടെ പ്രധാനമായ പ്രതിരോധം. എറണാകുളം DEO ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിദ്യാർത്ഥിനിയുടെ നോൺ എൻറോൾമെന്റ് സംബന്ധിച്ചിട്ട് വിശദീകരണം തേടിയപ്പോൾ വിദ്യാർത്ഥിനി എൻറോൾമെന്റിൽ തുടരുന്നുണ്ടെന്നും പ്രശ്നം ഡ്രസ് കോഡിൽ മാത്രമാണെന്നും സ്കൂൾ അധികൃതർ മറുപടി നൽകുകയും ചെയ്തു. ഈ യൂണിഫോം സംബന്ധിച്ച നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ സ്കൂളിന് പൂർണ്ണ അധികാരമുണ്ടെന്ന നിയമം നിലനിൽക്കെ തന്നെ സ്കൂളിന്റെ നടപടികളിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്നും വിദ്യാർത്ഥിനിയെ പുറത്താക്കിയത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും ആരോപിച്ചുകൊണ്ട് DDE ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടു. ഇനി ഈ DDE എന്നൊക്കെ നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ DDE ഡിപ്പാർട്ട്മെന്റ് പ്രധാന ജോലി എന്ന് നോക്കുകയാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെയോ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് വരുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അഥവാ DDEക്ക് അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും DDE തനത് ജില്ലയിലെ DEO ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറിന് നേരിട്ട് അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് വിദ്യാഭ്യാസ മന്ത്രി DDEക്ക് നൽകുന്ന പ്രധാന ചുമതലകളിൽ ഒന്ന്. എന്നാൽ ഈ റിപ്പോർട്ടിനെ സ്കൂൾ മാനേജ്മെന്റും PTAയും ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. റിപ്പോർട്ട് തെറ്റിദ്ധാരണാജനകവും വസ്തുത വിരുദ്ധവുമാണെന്നും ശരിയായ അന്വേഷണമോ സ്കൂളിന് പറയാനുള്ള അവസരമോ നൽകാതെയാണ് DEO ഇത് തയ്യാറാക്കിയെന്നും PTA പ്രസിഡന്റ് ആരോപിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ന്യൂനപക്ഷ സ്ഥാപനം എന്ന നിലയിൽ
സ്കൂൾ മാനേജ്മെന്റിന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30 പ്രകാരമുള്ള അവകാശങ്ങളുണ്ടെന്നും റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതായിട്ടും വാർത്താ മാധ്യമങ്ങളോട് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില പ്രസ്താവനകൾ ഏകദേശം ഒത്തുതീർപ്പാവാനായ ഈ പ്രശ്നങ്ങളെല്ലാം വീണ്ടും കുത്തിപ്പൊക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ വിഷയത്തില് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം സ്കൂളിനെ പിന്തുണച്ചുകൊണ്ട് സ്കൂൾ യൂണിഫോം നിയമങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു ആദ്യം പങ്കുവച്ചതെങ്കിൽ DDE റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടുകളിൽ ഉടനെ തന്നെ മാറ്റമുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാതിരുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയും ഗുരുതരമായ വീഴ്ചയുമാണെന്നാണ് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിച്ചത്. കുട്ടിയുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല എന്നും ഇത് കേരളമാണെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും മന്ത്രി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ ഘടനാപരമായ അവകാശങ്ങളും മതസ്വാതന്ത്ര്യവും സർക്കാർ സംരക്ഷിക്കുമെന്നും സ്കൂളുകൾ സാമൂഹിക സംഘർഷങ്ങളുടെ കേന്ദ്രമായി മാറാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പ്രസ്താവിച്ചു. ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് പഠനം തുടരാൻ അനുവദിക്കാൻ സ്കൂൾ അധികൃതർക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിഫോമിന് അനുയോജ്യമായ നിറത്തിലും ആകൃതിയിലും തലമറയ്ക്കുന്നതിനുള്ള വസ്ത്രം സ്കൂളിന് തീരുമാനിക്കാമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒന്നും സ്കൂൾ മാനേജ്മെന്റ് പാലിക്കാത്ത പക്ഷം സ്കൂളിന്റെ NOC ഉൾപ്പെടെയുള്ള കാര്യത്തില് കർശന നടപടിയെടുക്കുമെന്നാണ് മന്ത്രി ഭീഷണിപ്പെടുത്തിയത്. തുടരെ ഉണ്ടാവുന്ന വിവാദങ്ങളും സംഘർഷങ്ങൾക്കും ഉപരി എറണാകുളം MP ഹൈബി ഈഡനും PTA അംഗങ്ങളും ചേർന്ന് വിദ്യാർത്ഥിയുടെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തിയതോടുകൂടി വർഗീയ ചേരിതിരിവ് ഒഴിവാക്കാനായിട്ട് തന്റെ മകള് സ്കൂൾ യൂണിഫോം കോഡ് പാലിക്കാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കള് പൊതുവായിട്ട് പ്രസ്താവിച്ചു. നല്ല കാര്യം, കുട്ടികളുടെ പാരന്റ്സിന് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. കാരണം അവരിത് മുന്നേ ചെയ്യണമായിരുന്നു, എന്നാൽ ഇത്രയും വലിയ സംഘർഷങ്ങളെല്ലാം ഒഴിവാകുമായിരുന്നു. അപ്പൊ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒതുങ്ങിയെന്ന് വിചാരിക്കുമ്പോഴാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ശക്തമായ വിമർശനവും ഹിജാബ് അനുവദിച്ചിട്ടുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ടായിരുന്നത്. പ്രാദേശികമായി ഒത്തുതീർപ്പുണ്ടാകുകയും പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഇടപെടല് അന്തരീക്ഷം വീണ്ടും വഷളാക്കാൻ കാരണമായി. മന്ത്രിയുടെ ഈ നിലപാട് വിദ്യാഭ്യാസം നിഷേധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനേക്കാൾ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും സർക്കാരിന്റെ അധികാരം സ്ഥാപിക്കാനും വേണ്ടിയുള്ള ശ്രമമായി മാറി. ഇത് സ്കൂളിന്റെ നിയമോദ്യോഗസ്ഥരെ കൊണ്ട് NOC റദ്ദാക്കുമെന്ന ഭീഷണി നിയമപരമായി നിലനിൽക്കില്ലെന്ന് പ്രസ്താവിക്കാൻ പ്രേരിപ്പിച്ചു. ഇനി വിദ്യാർത്ഥിനിയുടെ ഭാഗത്തു നിന്നുണ്ടായ അച്ചടക്ക ലംഘനവും സ്കൂൾ അധികൃതരുടെ യൂണിഫോം നിയമവും തമ്മിലുള്ള നിയമപരമായ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ തർക്കം പ്രധാനമായും രണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യ പ്രകാരം ഹിജാബ് ധരിക്കുന്നത് മതപരമായ ആവിഷ്കാരത്തിനുള്ള വിദ്യാർത്ഥിനിയുടെ അവകാശമാണെന്നാണ് വിദ്യാർത്ഥിയുടെ ഭാഗം വാദിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30 സ്ഥാപനപരമായ സ്വയംഭരണാവകാശ പ്രകാരം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് അവരുടേതായ നിയമങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്താനും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിഫോം നയം ഈ ഭരണപരമായ അധികാരത്തിന്റെ ഭാഗമായാണെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. ഇനി ഭരണഘടനാപരമായി തന്നെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്കൂളിനെതിരായുള്ള ഈ ഇടപെടല് ആർട്ടിക്കിൾ 21 ആക്ട് പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള കുട്ടിയുടെ അവകാശം സംരക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തില് രാജ്യത്ത് നിലവിൽ ഏകീകൃതമായ ഒരു നിയമ നടപടിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കർണാടകയിൽ നടന്ന സമാനമായ ഹിജാബ് നിരോധന കേസിൽ സുപ്രീം കോടതി 2 തലത്തിലുള്ള വിധിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു ജഡ്ജി ആർട്ടിക്കിൾ 19(1) ആക്ട് പ്രകാരം ഹിജാബ് നിഷേധിക്കുന്നത് അന്തസ്സിനും സ്വീകാര്യതയ്ക്കും എതിരാണെന്നും മതേതരത്വം എന്നത് വൈവിധ്യങ്ങളോടുള്ള സഹിഷ്ണുത ആണെന്നും അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റൊരു ജഡ്ജി ഏകീകൃത യൂണിഫോം സമത്വം ഉറപ്പാക്കുന്നതിനുള്ള യുക്തിസഹമായ നിയന്ത്രണമാണെന്നും വിദ്യാർത്ഥികൾക്ക് ഇതിനെ എതിർക്കാൻ കഴിയില്ലെന്നും വിലയിരുത്തി. സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തതിനാല് ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിലെ അനിവാര്യമായ മതപരമായ ആചാരമാണോ എന്ന ചോദ്യം നിയമപരമായി തന്നെ തുറന്നു കിടക്കുകയാണ്. ഇത് കേരളത്തിലെ സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയത്തിലും അന്തിമ നിയമപരമായ വിധിയിലും അനിശ്ചിതത്വം നിലനിർത്തും. എന്നുവെച്ചാൽ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ പോലെ പല പേരിലും പല സ്ഥലങ്ങളിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നടന്ന വിവാദങ്ങളിൽ ഉൾപ്പെട്ട കക്ഷികളുടെ പ്രവർത്തനങ്ങളെ നിയമപരമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു കക്ഷിയെ മാത്രം പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ഇരു ഭാഗങ്ങളിൽ നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമായിട്ട് കുട്ടിയുടെ രക്ഷകർത്താവിന്റെയും അനുയായികളുടെയും ഭാഗത്ത് വന്ന വീഴ്ചകളാണ്. വിദ്യാർത്ഥിയോടുള്ള സ്കൂളിന്റെ നടപടികളെ നിയമപരമായ മാർഗങ്ങളോ മധ്യസ്ഥതയോ തേടുന്നതിന് പകരം 3 ദിവസത്തിന് ശേഷം സ്കൂൾ പരിസരത്ത് അതിക്രമിച്ച് കയറുകയും സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും അധ്യാപകരെ അധിക്ഷേപിക്കുകയും ചെയ്ത നടപടികൾ തികച്ചും നിയമവിരുദ്ധമാണ്. ഇത് ഒരു അവകാശ പോരാട്ടത്തെ ക്രമസമാധാന പ്രശ്നമായി മാറ്റുകയും സ്കൂളിന് പോലീസ് സംരക്ഷണം തേടാനുള്ള സാഹചര്യം വരെ എത്തിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് വന്ന വീഴ്ചകൾ നോക്കുകയാണെങ്കിൽ സ്കൂൾ അവരുടെ നിലപാടിനെ 2018 ഹൈക്കോടതി വിധി ഉദ്ധരിച്ച് 2018 ഹൈക്കോടതി എന്ന് വെച്ചാൽ സമാനമായ ഒരു കേസ് 2018 നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഈ സ്കൂൾ അധികൃതര്
ഉദ്ധരിച്ചുകൊണ്ട് നിയമപരമായ പിന്തുണ നൽകിയെങ്കിലും DDയിൽ പറയുന്നത് പോലെ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാതിരുന്നത് അല്ലെങ്കിൽ പഠനം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ നിയമത്തിന്റെ ലംഘനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. സ്ഥാപനപരമായ ശിക്ഷണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെങ്കിലും മതപരമായ വികാരത്തെ മാനിച്ചുകൊണ്ട് യൂണിഫോമിനെ അനുസൃതമായ തലമറയ്ക്കുന്ന വസ്ത്രം രൂപകൽപ്പന ചെയ്യാൻ ആദ്യം ശ്രമിക്കാതിരുന്നത് ഭരണഘടനാപരമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമായി കണക്കാക്കാനും കഴിയില്ല. ഇത് കൂടാതെ ഈ തർക്കങ്ങൾ പ്രാദേശികമായി MPയുടെയും PTA നേതൃത്വത്തിൽ ഒരു ഒത്തുതീർപ്പ് നടന്ന മണിക്കൂറുകൾക്ക് ശേഷം DDE റിപ്പോർട്ടിനെ മാത്രം ആധാരമാക്കി മന്ത്രി ശിവൻകുട്ടി നടത്തിയ വിമർശനം അന്തരീക്ഷം വീണ്ടും വഷളാക്കിയതും SDPI പോലുള്ള ബാഹ്യ സംഘടനകൾ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങളും വിഷയത്തെ നിയമപരമായി പരിഹരിക്കുന്നതിന് പകരം സാമൂഹിക സംഘർഷങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന തരത്തിലുള്ള വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയവും മതങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഉപരി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെയെങ്കിലും ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ യൂണിഫോം സംബന്ധിച്ച് വ്യക്തവും ഏകീകൃതവുമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മതപരമായ ആവശ്യങ്ങളെ മാനിക്കുമ്പോഴും സംസ്ഥാനപരമായ അച്ചടക്കത്തെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഭരണപരമായ സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് ഈ വിഷയത്തിൽ അനിവാര്യമായി വേണ്ടത്. ഈ സംഭവം കേരളത്തിലെ മതേതര വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന സൂക്ഷ്മമായ വിള്ളലുകളെയാണ് തുറന്നു കാട്ടുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ആഴത്തിലുള്ള റിപ്പോർട്ടുകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരേക്കും സ്നേഹപൂർവ്വം ദാസൻ നെന്മറ.